ഹായ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB NTPCയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റായ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു, സാറേ ഏത് പോസ്റ്റ് തിരഞ്ഞെടുക്കണം, ഏത് പോസ്റ്റാണ് ഞാൻ പ്രിഫറൻസ് വയ്ക്കേണ്ടത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെയാണെങ്കിൽ 5 പോസ്റ്റ് ഉണ്ട്, ഇതിനകത്ത് ഏതായിരിക്കും നല്ലതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓരോ പോസ്റ്റിൻ്റെയും ഓരോ ജോബ് പ്രൊഫൈൽ, ഓരോ പോസ്റ്റിനനുസരിച്ച് ജോബ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റേഷൻ മാസ്റ്റർ നമ്മൾ കണ്ടു, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ കണ്ടു, JAയുടെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ RRB NTPCക്ക് അകത്തുള്ള സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ 5 പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ പോസ്റ്റ് ചൂസ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കേണ്ടതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണോ, അത് കൊടുക്കാതിരിക്കണോ, അങ്ങനെയുള്ള ഡു ഓർ ഡോൺസ് എന്ന് പറയുന്ന ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഓക്കെ. അതുപോലെ കമൻറ്റും ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 18 to 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്കെല്ലാം അപേക്ഷിക്കാം. വന്നിട്ടുള്ള പോസ്റ്റ് ഏതൊക്കെയാണ്? ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ 6 പോസ്റ്റാണ്. അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ 6 പോസ്റ്റാണ്. ഗുഡ്സ് ട്രെയിൻ മാനേജർ ലെവൽ 5 ആണ്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ 5 ആണ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 5 പോസ്റ്റ്. അപ്പോൾ ലെവൽ 5 പോസ്റ്റിലെ 3 എണ്ണവും ലെവൽ 6ലെ 2 എണ്ണമാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റിന് എന്തുണ്ട്? ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി, അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അത് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ CBT 1, CBT 2 അത് കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ആയാലേ CBT 2ൻ്റെ മാർക്ക് ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു CBAT, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അവിടെ ആ മാർക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 30%, CBATൻ്റെ 30%, CBT 2ൻ്റെ 70%മാണ് സ്റ്റേഷൻ മാസ്റ്ററിന് പരിഗണിക്കുന്നത്. പക്ഷേ ഈ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ളത് അത് ജസ്റ്റ് പാസ്സായാൽ മതി. പാസ്സായാൽ മാത്രമേ അത് നമ്മളെ പൂർണ്ണമായിട്ടും മെറിറ്റ് ബേസ് ചെയ്യുന്ന CBT 2ൻ്റെ ആയിരിക്കും. അത് പക്ഷേ സ്കിൽ ടെസ്റ്റ് പാസ്സായാലും നമുക്ക് മുന്നേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള 5 പോസ്റ്റുകൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെ പോസ്റ്റാണ് ബെറ്റർ എന്നുള്ളത്? തീർച്ചയായിട്ടും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ നല്ലൊരു പോസ്റ്റാണ്. സ്റ്റേഷൻ മാസ്റ്റർ നല്ലൊരു പോസ്റ്റാണ്, റെപ്യൂട്ടബിൾ പോസ്റ്റാണ് അല്ലേ? അതുപോലെ തന്നെയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജറും ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. ഈ പറഞ്ഞിരിക്കുന്ന 5 പോസ്റ്റ് നല്ല പോസ്റ്റാണ്. നല്ല പേ സ്കെയിലിൽ വരുന്ന അത്യാവശ്യം അലവൻസ് എല്ലാം നമുക്ക് കിട്ടുന്ന നല്ല പോസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം. അപ്പോൾ ഇതിൽ ബെറ്റർ ഏതെന്നാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ബെറ്റർ എന്ന് ചൂസ് ചെയ്യേണ്ട പല ക്രൈറ്റീരിയ ഉണ്ട്. അതിൻ്റെ ജോലി ഭാരം നമുക്ക് നോക്കണം, അതിൻ്റെ അലവൻസസ് നമുക്ക് നോക്കണം, അവിടെ കിട്ടുന്ന അവധിയുടെ കാര്യം നമ്മൾ നോക്കണം, പ്രധാനമായിട്ടും സാലറി നമ്മൾ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കണം കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ വേക്കൻസി എല്ലാ പോസ്റ്റും എല്ലാ RRBക്കകത്തും ഇല്ല. ചിലപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിനകത്ത് JAയുടെ വേക്കൻസി ഇല്ല. അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും RRBയിലേക്ക് അത് എന്ത് ചെയ്യണം, പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. വ്യത്യാസമൊന്നുമില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നമ്മുടെ ഈ ഒരു പോസ്റ്റിന് വന്നിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തെന്നും കൂടെ ജസ്റ്റ് നോക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് നമ്മളിപ്പോൾ വിഷൻ ടെസ്റ്റ് ആണ് കൂടുതലും അതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അത് ഓക്കെ ആണ്, അത് പക്കയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റൂ കേട്ടോ. അതിപ്പോൾ നമുക്ക് A2 സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അപേക്ഷിച്ചു, CBT 1 എഴുതി, CBT 2 എഴുതി, നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. CBT 1 എഴുതി, CBT 2 പാസ്സായി, CBATും പാസ്സായി. അടുത്ത മെഡിക്കലിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ആ വിഷൻ ടെസ്റ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്താകപ്പെടും. താഴേക്ക് ഒരു പോസ്റ്റിലേക്ക് നമ്മൾ വരത്തില്ല, നമ്മൾ പുറത്താകപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് വേണം പോസ്റ്റുകൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് C2 ആണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു CBT 1 എക്സാം ഉണ്ട്, 100 മാർക്കിനാണ് നമുക്ക് CBT 1 എക്സാമിനേഷൻ വരുന്നത്. CBT 2 എന്നുണ്ട്, അത് 120 മാർക്കിനാണ് വരുന്നത്. 120 മാർക്ക്, 90 മിനിറ്റാണ് നമുക്ക് സമയമുള്ളത്. ഇവിടെയും നമുക്ക് എന്താണ്, 90 മിനിറ്റാണ് സമയമുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിൽ ടെസ്റ്റ്, അത് 30 വേർഡ് പെർ മിനിറ്റ് ആണ് കേട്ടോ. 30 വേർഡ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷിലുള്ള എന്താ പറയുക ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്, സ്കിൽ ടെസ്റ്റ് വരുന്നത്. ഇതും പാസ്സായിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടങ്ങളിലായ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലും C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോയിട്ട് അത് പാസ്സായതിനു ശേഷം ഇതിലേക്ക് വരുന്നത് ഫൈനൽ അലോക്കേഷനിലേക്ക് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഈ CBT-1 നമുക്കറിയാം GKയും മാത്സും ജനറൽ ഇൻ്റലിജൻസും ആണ് പഠിക്കേണ്ടത്, റീസണിങ്ങുമാണ് പഠിക്കേണ്ടത്. 30 വീതം മാത്സും റീസണിങ്ങും 40 മാർക്ക് എന്തിനായിരിക്കും GKയും ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്ക് 90 മിനിറ്റാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഇനി അത് CBT-2 വരുമ്പോഴും പഠിക്കേണ്ട കാര്യങ്ങൾ GKയും മാത്സും റീസണിങ്ങും തന്നെയാണ്. പക്ഷേ അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെറിയ വേരിയേഷൻ ഉണ്ട്. 35 വീതം മാത്സും റീസണിങ്ങും വരുന്നു. 50 മാർക്കാണ് എന്തിൽ വരുന്നത്, GKയിൽ വരുന്നത്. ടോട്ടൽ 120 മാർക്ക് 90 മിനിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എത്ര മാർക്ക് നമ്മൾ ഇതിന് സ്കോർ ചെയ്യണം ഈ ഒരു പരീക്ഷയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രീവിയസ് കട്ട് ഓഫ് നോക്കുക. 2019 നടന്ന പരീക്ഷയുടെ NTPC പരീക്ഷ കട്ട് ഓഫ് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 80 മുകളിലേക്ക് CB2 വാങ്ങിച്ചാൽ ഒരു 85 മുകളിലേക്ക് പോകണം. കാരണം ഹയസ്റ്റ് കട്ട് ഓഫ് 86 ഉണ്ട് കഴിഞ്ഞ വർഷത്തിൽ കേട്ടോ. അപ്പോൾ 85 മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഔട്ട് ഓഫ് 120 നമുക്ക് ലിസ്റ്റിൽ പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുക. CBT-2 കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ശരി, ഇനി അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ കാര്യം കഴിഞ്ഞു. നമ്മളെ എല്ലാം അപേക്ഷിച്ചു, മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ നോക്കി നമ്മളിത് അപേക്ഷിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് വരുന്ന ട്രെയിനിങ് ആണ്. ഫൈനൽ മെഡിക്കലും എല്ലാം പാസ്സായി നമുക്ക് ഫസ്റ്റ് വരുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ ട്രെയിനിങ് ആണ്. സോണൽ റെയിൽവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ ട്രെയിനിങ് നടക്കുന്നത്. ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. 43,800 രൂപയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോളുക. ഇതാണ് ട്രെയിനിങ്. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റിംഗ് ആണ്. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേഷനിൽ വേണോ നമുക്ക് പോസ്റ്റിംഗ് വരാം. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സിലാവാം, DRM ഓഫീസിലാവാം, ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലാവാം, ഏതെങ്കിലും RRCയിലോ RRBയുടെ ഓഫീസുകളിലാവാം. ഓക്കെ, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലോ വർക്ക്ഷോപ്പിലോ ഒക്കെ ആവാം. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സിലോ വർക്ക്ഷോപ്പിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ പോയി അവിടെ മെക്കാനിക്കൽ പണി ചെയ്യുക എന്നുള്ളതല്ല. ഇതെന്ന് പറഞ്ഞാൽ പ്യൂർലി ക്ലറിക്കൽ വർക്കാണ്. ഡേറ്റ എൻട്രി പോലെ വരുന്ന ക്ലറിക്കൽ വർക്കാണ്. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലത്തെ അവിടുത്തെ എന്താ പറയുക കാര്യങ്ങളുടെ എല്ലാം എണ്ണം, അതുപോലെ അതൊന്ന് തിട്ടപ്പെടുത്തുക, അതിൻ്റെ റെക്കോർഡ് സൂക്ഷിക്കുക, അതിൻ്റെ ഡേറ്റ എൻട്രി നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. അത് നമ്മൾ എവിടെയാണോ പോസ്റ്റിംഗ് വരുന്നത് അതിനനുസരിച്ച് അവിടുത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്റ്റേഷനിലാണെങ്കിലും DRM ഓഫീസിലൊക്കെ ആണെങ്കിലും അവിടെ വരുന്ന ആൾക്കാരുടെ സാലറിയുടെ കാര്യം അത് നോക്കേണ്ടി വരും. അവിടെ വരുന്ന ആൾക്കാർക്കുള്ള പ്രൊമോഷൻ്റെ കാര്യം അതിൻ്റെ ലിസ്റ്റ് ഔട്ട് നമുക്ക് എടുക്കേണ്ടി വരും. പെൻഷൻ കാര്യം, അടുത്ത മാസത്തേക്കുള്ള പെൻഷൻ എത്രയുണ്ട്, അതിൻ്റെ ബാക്കി കൗണ്ടിങ്ങും ബാക്കി കാര്യങ്ങളും, അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ ഡേറ്റ എൻട്രി എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ക്ലറിക്കൽ ലെവലിലുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള വർക്കാണ്, ഒരു വർക്ക് നേച്ചറാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഏത് സ്റ്റേഷനിൽ വേണോ നമുക്ക് പോസ്റ്റിംഗ് കിട്ടാം, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലാവാം, അതല്ലെങ്കിൽ എന്താ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലാവാം, RRC RRB ഓഫീസുകളിലാവാം, അങ്ങനെ എവിടെ വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക്ഷോപ്പോ, അത് എവിടെ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പോസ്റ്റിംഗ് വരാം. ഇനി ഇതൊരു ഫിക്സഡ് ടൈം ജോബാണ്, ഷിഫ്റ്റ് അല്ല. നമ്മൾ മുമ്പേ കണ്ടതുപോലെ ബാക്കിയുള്ള ജോബ്സ് ഒക്കെ ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയാലും, അതുപോലെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും, ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ആയാലും, അതെല്ലാം ഷിഫ്റ്റ് ജോബാണ്. ഓരോ ഷിഫ്റ്റ് അനുസരിച്ചാണ് ജോബ് വരുന്നത്. ഇത് ഷിഫ്റ്റ് ജോബ് അല്ല, ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. ആ ടൈം നോക്കുക. നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലോ DRMലോ RRCയിലോ RRBയിലോ ആണെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 9 AM തൊട്ട് 5:30 വരെ, അല്ലെ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5:30 വരെ ആയിരിക്കും നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ നോർമലുള്ള ഓഫീസ് അവേഴ്സ്. ഓക്കെ, അവിടെ സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫാണ്. പിന്നെ നാഷണൽ ഹോളിഡേ എന്തായിരിക്കും, ഓഫായിരിക്കും. രണ്ടാമത് നമുക്ക് ഏതെങ്കിലും സ്റ്റേഷനിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലോ അതുമല്ല വർക്ക്ഷോപ്പിലോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 9 മണി തൊട്ട് 5 മണി വരെ ആയിരിക്കും. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ആയിരിക്കും. അവിടെ സൺഡേ മാത്രമേ എന്തുള്ളൂ, ഓഫ് ഉള്ളൂ. സൺഡേ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഓഫ് ഉള്ളൂ. പിന്നെ നാഷണൽ ഹോളിഡേ ഓഫാണ്. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിംഗ് വരുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുന്നത്. വേറെ വലിയ ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ സാലറിയുടെ കാര്യങ്ങളായാലും അവിടുത്തെ കളക്ഷൻ്റെ കാര്യങ്ങളായാലും അത് ഏതിലാണോ നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അവിടെയുള്ള ഇതേപോലെ ക്ലറിക്കൽ വർക്ക്, അതുപോലെ ഡേറ്റ എൻട്രി വർക്കൊക്കെ ആയിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഒത്തിരി പാടുള്ള പണിയല്ല. അതായത് ഫിസിക്കലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. പ്രൊഡക്ഷൻ യൂണിറ്റിലോ വർക്ക്ഷോപ്പിലോ ഒക്കെ പോകുന്ന പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലറിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അവിടെ വരുന്ന ഇപ്പോൾ ലോഡ് വന്നിട്ടുണ്ടാവും, ആ പാർട്സ് വന്നിട്ടുണ്ടാവാം, ആ പാർട്സിൻ്റെ കൗണ്ട് എടുക്കുക, അതിൻ്റെ കളക്ഷൻ, അതിൻ്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഒരിക്കലും ഫിസിക്കൽ ജോബ് അല്ല. അപ്പോൾ വർക്ക് ലോഡ് താരതമ്യേന കുറവാണ്. അത് മാത്രമല്ല ഫിക്സഡ് ടൈമാണ്, ഒരു നമ്മുടെ നോർമലായിട്ടുള്ള ഓഫീസ് കവർ. അപ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്കതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റേഷൻ മാസ്റ്ററിൽ ആ ഒരു സംഭവം കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഗുഡ്സ് ട്രെയിൻ മാനേജറിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. CHCTC സീനിയർ ചീഫ് കൊമേഴ്ഷ്യൽ ടീക്കറ്റ് സൂപ്പർവൈസർ പ്രശ്നമില്ലാതെ എന്താണ് ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ശരി, ഇനി വർക്ക് നമ്മൾ പറഞ്ഞു, പോസ്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത്. യൂണിഫോം ഒന്നുമില്ല. എവിടെയാണോ ഇത് ചെയ്യുന്നത് ആ ക്ലറിക്കൽ പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ എന്താ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓക്കെ,
ഇനി ഇതിന്റെ ബേസിക് പേ നമുക്കറിയാം 29,200 രൂപയാണ്. ഒരു മിനിമം 50K എന്തെങ്കിലും നമ്മുടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആകും. ഒരു 54-55 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് പെർ മന്ത് കിട്ടുന്നത്. പക്ഷേ നമുക്കൊരു മിനിമം അതിന് ബാക്കി കട്ടിങ്ങും പെൻഷനും എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു 50,000 രൂപയോളം നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി DA TA HR എല്ലാം നമുക്ക് അതിനകത്ത് ഫെസ്റ്റിവ് ബോണസ് ഉണ്ടെങ്കിൽ ഫെസ്റ്റിവ് ബോണസ് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഇതായിരിക്കും ആഡ് ആവും കേട്ടോ. ഏകദേശം റെയിൽവേ എംപ്ലോയീസിനെല്ലാം നമ്മുടെ ദീപാവലി സമയത്തൊക്കെ ഏകദേശം 78 വർക്കിംഗ് ഡേയ്സിൻ്റെ സാലറി ഉൾപ്പെടെയാണ് അതിനകത്തേക്ക് ക്രെഡിറ്റ് ആവുന്നത് കേട്ടോ. ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരു അവരുടെ സാലറി ബേസ് ചെയ്തിട്ടുള്ള ഓരോ ആ 78 ഡേയ്സ് ഒക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സാലറി എമൗണ്ട് ആയിരിക്കും ഫെസ്റ്റിവ് ബോണസ് ആയിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നത് ക്രെഡിറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഫെസ്റ്റിവ് ബോണസ് ഉണ്ട്. ഇനി പ്രൊമോഷൻ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ നിന്ന് നേരെ ഓഫീസ് സൂപ്രണ്ടന്റിലേക്കായിരിക്കും പ്രൊമോഷൻ വരുന്നത്. ഒരു 3-4 വർഷം മിനിമം 3-4 വർഷം നമുക്ക് എന്തായിരിക്കും ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കും. അത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല കേട്ടോ. പിന്നെ ചീഫ് ഓഫീസ് സൂപ്രണ്ട് ആയിരിക്കും അടുത്ത് വരുന്നുണ്ടാവുക. അതിൻ്റെ അടുത്ത അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ ആയിരിക്കും. പിന്നെ വരുന്നത് ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഒരു പോസ്റ്റിംഗ് വരുന്നത്. ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് സീനിയർ DPO ആയിരിക്കും കേട്ടോ, സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു പ്രൊമോഷൻ ലെവൽ എന്ന് പറയുന്നത് ഇതുവരെയൊക്കെ നമുക്ക് പോകാൻ എത്തത്തുള്ളൂ, DPO ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സിവിൽ സർവീസുകാരാണ് നോർമലായിട്ട് ഈ ഒരു പോസ്റ്റിലൊക്കെ പോസ്റ്റിംഗ് വരുന്നത്, സിവിൽ സർവീസുകാരായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, IRS ഒക്കെ കിട്ടി വരുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും അവിടെ പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഇതെന്ന് പറയുന്നത് അത് പിന്നെയുള്ള ഒരു അഡീഷണൽ ഇപ്പം സർവീസൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ കൺഫർട്ട് ഇതൊക്കെ കിട്ടി അതിലേക്ക് പോകാം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ എന്ന് പറയുന്നത്. നമ്മുടെ മാക്സിമം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ ഓഫീസർ, ഈ ഒരു അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ വരുമ്പോഴത്തേക്കും നമുക്ക് ഗസറ്റ് പോസ്റ്റിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം നോക്കിക്കൊള്ളുക. ഇതാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇനി ലീവ് ബാക്കിയുള്ളത് പോലെ തന്നെയാണ്. ആവറേജ് പേയിൽ ഒരു 30 ലീവ് ഉണ്ട് ഒരു വർഷം. അതുപോലെ തന്നെയാണ് ഹാഫ് ഓഫ് ആവറേജ് പേയിൽ 20 ലീവ് ഉണ്ട്. കാഷ്വൽ ലീവ് 10 ഉണ്ട്. പിന്നെ നാഷണൽ ഹോളിഡേ 16 ഉണ്ട്. ട്രാൻസ്ഫർ നമ്മൾ പറയുന്നില്ല, റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് ഒരു 3-4 വർഷം കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ വരുന്നത്. അത് പ്രൊമോഷണൽ ട്രാൻസ്ഫർ ആകാം. ഓക്കെ, അതല്ല ഓൺ റിക്വസ്റ്റിൽ നമ്മുടെ RRBയിലേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റുന്നത് 5 വർഷം കഴിയുമ്പോഴാണ്. ഇത് റെയർ ചാൻസ് ആണ് കേട്ടോ. അത് ഓരോരുത്തർ സാഹചര്യവും ബാക്കി കാര്യങ്ങളിൽ നോക്കിയിട്ടാണ് അവിടെ ഒരു പ്രൊമോഷൻ വരുന്നത്. സാധാരണ ഓൺ റിക്വസ്റ്റ് നമുക്ക് മാറാൻ പറ്റുന്നത് 5 വർഷം കഴിയുമ്പോഴാണ്. പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫറും സ്പോർട്സ് ഗ്രൗണ്ടിലുള്ള ട്രാൻസ്ഫറും പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലീവിൻ്റെയും ഒരു ട്രാൻസ്ഫറിൻ്റെയും കേസ്. ഇനി എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ടാവും, റെയിൽവേ ഹോസ്പിറ്റലും ബാക്കി നമുക്കും നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഫാമിലിക്കും ഉണ്ടാവും. അതുപോലെ ഇൻഷുറൻസ് ഉണ്ടാവും. റെയിൽവേ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷനായിട്ട് നമുക്ക് ഫണ്ട് കിട്ടുന്നുണ്ടാവും പെർ ഇയറിൽ. റെയിൽവേ ട്രാവലിംഗ് പാസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിലും കോളേജൊക്കെ പോകുന്ന റെയിൽവേ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ അതിനുള്ള പാസ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഫെസ്റ്റീവ് ബോണസസും നമുക്ക് ഈ ഒരു പോസ്റ്റിലൂടെ കിട്ടും. അപ്പോൾ പോസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു, ജോബ് പ്രൊഫൈൽ കണ്ടു, എന്താണ് സാലറി എന്ന് കണ്ടു, എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത് കണ്ടു, എന്താ ട്രെയിനിങ് എന്ന് കണ്ടു, എവിടെയാണ് പോസ്റ്റിംഗ് വരുന്നതെന്നുള്ള കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫിക്സ് ജോബാണ്. ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിക്സ് ജോബാണ്. അതുപോലെ നമ്മുടെ വർക്ക് ലൈഫ് എന്ത് ചെയ്യാം ബാലൻസ് ആവും. ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മറ്റത് വെച്ച് നോക്കുമ്പോൾ ഡിസ്അഡ്വാൻറ്റേജ് ലെവൽ 5 ഇതേ ലെവലിലുള്ള പോസ്റ്റാണ്, അതേ ബേസിക് പേ വരുന്ന പോസ്റ്റാണ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ അലവൻസ് ഒക്കെ കൂടി വരുമ്പോഴാണ് അത് നല്ല സാലറി നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. പക്ഷേ അത് ട്രാവലിംഗ് പോസ്റ്റാണ്. അതുപോലെ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കുറച്ച് എഫർട്ടൊക്കെ ഇട്ട് ചെയ്യേണ്ടി വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മാനേജർ. അതിനനുസരിച്ച് സാലറിയിൽ വേരിയേഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ സാലറി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ ഫിക്സഡ് ടൈമൊന്നും ഇല്ല എന്നുള്ളതും അത് ഫിക്സഡ് ടൈമല്ല, ഒരു ഷിഫ്റ്റ് ജോബല്ല, നൈറ്റ് ഷിഫ്റ്റൊന്നും ഇല്ല. ഫിക്സഡ് ടൈമിൽ ജോബ് ചെയ്താൽ മതി, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും, ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ജോബ് തന്നെയാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ അതേ ലെവലിൽ വരുന്ന ഒരു പോസ്റ്റാണ്, ലെവൽ 5 വരുന്ന പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്. ഇതിന്റെ ഗ്രോസ് പേ എന്ന് പറഞ്ഞാൽ 55,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. അതിൽ ഒരു മന്ത് കിട്ടുന്നതിൽ നമ്മുടെ കയ്യിൽ വരുന്ന നെറ്റ് സാലറി എന്ന് പറയുന്നത് 50,845 ആയിരിക്കാം. ഇത് മിനിമം ആണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞതാണ്. ഏകദേശം ജോലിക്ക് കയറിയിട്ട് 1 വർഷമോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇത് വെച്ചാണ്. അതിൽ വരുന്ന അലവൻസും ബാക്കി കാര്യങ്ങളും അതിനെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 3 പോസ്റ്റുകളുടെയും സാലറി നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേതാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ലെവൽ 5 ആണ്, ബേസിക് പേ ഒക്കെ സെയിം ആണ്.
അതിൻ്റെ 54,000 രൂപ വാങ്ങിയാൽ ഏകദേശം 50,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും ഒരു മാസം. അതിൻ്റെ അലവൻസ് ഒക്കെ നമ്മൾ നോക്കുക കേട്ടോ. ശരി, ഇനി ഇത് എവിടെ അപ്ലൈ ചെയ്യാം? നമ്മളിപ്പോൾ സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റാണ് തിരഞ്ഞെടുത്തത്, നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ആണ്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സാറേ, ഞങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദേൺ സോണിലുള്ള നമ്മുടെ കേരളീയർക്ക് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക്, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. കാരണം വേക്കൻസി നോക്കുക, മുകളിലോട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും കൂടെ നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം നമുക്കറിയാവുന്ന പല ആൾക്കാരും ഇപ്പോൾ ഈ IIT ഒക്കെ ഉണ്ട്, ഈ വെസ്റ്റ് ബംഗാൾ റീജിയനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ, IIT ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും സമയത്തിന് നമുക്ക് പുറത്ത് വരാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ ഇന്റേണൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റീജിയനിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം സർക്കാർ ഓഫീസ് ആൾക്കാരെ കാണുമ്പോഴത്തേനും മിക്കവാറും നക്സലൈറ്റോ മാവോയിസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻസും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ റീജിയനൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സേഫും സെക്യൂർ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻസ് ആയിരിക്കും. സദേൺ റീജിയനും പിന്നെ സെൻട്രൽ റീജിയനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുംബൈ റീജിയനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഈ ഒരു മുംബൈ, സെക്കന്ദരാബാദ്, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, ചെന്നൈ കേട്ടോ. കാരണം ഇവിടെയൊക്കെ ചെന്നൈയിലായാലും മുംബൈയിലായാലും അത്യാവശ്യം വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. ആ വേക്കൻസീസിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് ട്രിവാൻഡ്രത്ത് 6 വേക്കൻസിയാണ് ഉള്ളത്. സെക്കന്ദരാബാദിൽ 14 വേക്കൻസി ഉണ്ട്. പക്ഷേ മുംബൈയിൽ നോക്കൂ 160 വേക്കൻസി ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു സോണാണ് മുംബൈ. അടുത്ത് ചെന്നൈയിൽ 95 വേക്കൻസി ഉണ്ട്, അവിടെ അപ്ലൈ ചെയ്യാം. ബംഗളൂരിൽ പക്ഷേ എത്രയേ ഉള്ളൂ, 4 വേക്കൻസിയേ ഉള്ളൂ. ഓക്കെ, 4 വേക്കൻസി എന്ത് ചെയ്യുള്ളൂ, ബംഗളൂരിലുള്ളൂ. അപ്പോൾ നോക്കുക, സോൺ നോക്കുക, ഈ ഒരു വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റും. ഇത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നേ ഉള്ളൂ. വർക്കും സാലറി സ്കെയിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേക്കൻസി കൂടെ നോക്കുക. കാരണം ട്രിവാൻഡ്രത്ത് അതിന് വേക്കൻസി ഇല്ല. പക്ഷേ എവിടെ ഉണ്ട് വേക്കൻസീസ്? അത് ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ഏതിനാണ്, നമ്മുടെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിനാണ്. സെക്കന്ദരാബാദിൽ 141 പോസ്റ്റ് ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റീജിയനാണ്. അതുപോലെ മുംബൈയിൽ 88 പോസ്റ്റ് ഉണ്ട്. ചെന്നൈയിൽ 169 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ബംഗളൂരിൽ എത്രയാണ്, 88 വേക്കൻസീസ് ഉണ്ട്. ഇവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞ് പേടിക്കേണ്ട, വേക്കൻസി ഇൻക്രീസ് ആവാം. കഴിഞ്ഞ ദിവസം RRB ടെക്നീഷ്യൻ്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ 9,000 പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 14,000 വേക്കൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം 5,000-ന് മുകളിൽ പോസ്റ്റുകളാണ് എന്ത് ചെയ്തത്, ഇൻക്രീസ് ആയത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ആ പോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ALPയിൽ നേരത്തെ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ RRB ടെക്നീഷ്യനിൽ വന്നു. ഇനി അടുത്ത് വരുന്ന JE ഉണ്ട്, പാരാമെഡിക്കലുണ്ട്, അതിലും വേക്കൻസി ഇൻക്രീസ് ആകും. NTPCയിലും എന്തായിരിക്കും, വേക്കൻസി ഇൻക്രീസ് ആകും കേട്ടോ. അപ്പോൾ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കരുത്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. വേക്കൻസി ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ തരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ നോക്കിക്കൊള്ളുക, വേക്കൻസീസിൻ്റെ കാര്യം നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ സാറേ, ഞങ്ങൾ റെഡിയാണ്. എന്താ പറയുക, നമ്മുടെ RRB JA ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, അതുപോലെ സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾക്ക് പഠിച്ചാൽ മതി. പഠിക്കണമെങ്കിൽ ഇപ്പോഴേ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി എക്സാം ഡേറ്റ് വരട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. എന്തായാലും ഒരു 2025 തുടക്കത്തിലേക്ക് നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴേ പഠിക്കുക. 6 മാസത്തോളം നമുക്ക് സമയമുണ്ട്, ആവശ്യത്തിലധികം സമയമുണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ 3 കാര്യം: GK, മാത്സ്, റീസണിങ്. മാത്സും റീസണിങ് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യം പഠിച്ചാൽ മതി. GK കുറച്ച് വൈഡ് ഏരിയ ഉണ്ട്, അത് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ല കോഴ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ October 1 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ബാച്ചാണ് October 1 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. October 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇനി വെയിറ്റ് ചെയ്തിരിക്കരുത്. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്ന് മന്ത് എൻഡ് ഓഫർ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ വാലിഡിറ്റിയും കിട്ടും, അതുപോലെ പ്രൈസ് ഡ്രോപ്പും ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരട്ടി കാലാവധി നേടി ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ മെഗാ പാക്ക് തന്നെയായിരിക്കും. കാരണം 3,900 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നോർമലായിട്ട് 6 മാസം കിട്ടുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 മാസം കൂടെ കിട്ടും. അതായത് ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, വാലിഡിറ്റി കിട്ടുന്നത്. ഒരു വർഷത്തെ വാലിഡിറ്റി എന്തിനാണ് എനിക്കെന്ന് സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് കേരള PSCക്ക് പഠിക്കാം, SSCക്ക് പഠിക്കാം, ബാങ്കിന് പഠിക്കാം, ഹൈക്കോർട്ടിന് പഠിക്കാം, RRBക്ക് പഠിക്കാം, റെയിൽവേയുടെ ഇനി വരുന്ന ഗ്രൂപ്പ് D എക്സാമിന് നമുക്ക് പ്രിപ്പറേഷൻ വേണം.
അടുത്ത് വരുന്ന SSC എക്സാമിന് പ്രിപ്പറേഷൻ വേണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ PSC ഉടനെ പുറത്ത് വിടും. ഡിസംബറിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനും പഠിക്കണം. സെപ്പറേറ്റ് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ 3900 രൂപ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ വാലിഡിറ്റി ആണ്, ഒരു വർഷത്തേക്ക് ആക്സസ് ഉണ്ട്. ഇന്നിപ്പോൾ എത്രയായിരുന്നു? നമ്മുടെ സെപ്റ്റംബർ മാസം, അടുത്ത സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ 28, അടുത്ത സെപ്റ്റംബർ 28 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആക്സസ് കിട്ടും. അപ്പോൾ ഒരു വർഷം അതിനുള്ളിൽ വരുന്ന എല്ലാ എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അത് വേണ്ട, NTPCയുടെ മാത്രം മതിയെങ്കിൽ 2299 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ RRB NTPC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഓഫറും ഈ കുറഞ്ഞ ചിലവെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. ADA 247 സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ADA 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, രണ്ടിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴോട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഓൾ കോഴ്സസ് എടുക്കുക, അതിൽ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള സ്റ്റേറ്റ് എടുക്കുക. അപ്പോൾ കേരള റെയിൽവേയിലേക്ക് പോകുക. നോക്കുമ്പോൾ അവിടെ RRB NTPCയുടെ ഡബിൾ വാലിഡിറ്റി ഉള്ള ട്രാക്ക് ബാച്ച് അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ ബൈ നൗ കൊടുക്കുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു ഡിസ്കൗണ്ട് 2245 രൂപയ്ക്ക്, 2299 കോഴ്സാണ്. കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 2245 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഉള്ളപ്പോൾ നമുക്ക് മഹാപാക്ക് യൂസ് ചെയ്യണം. മഹാപാക്കാണ് നല്ലത്. അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും ചൂസ് ചെയ്യാം. മഹാപാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും ഇതേപോലെ തന്നെയാണ്. ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള സ്റ്റേറ്റ് എടുക്കുക. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഇവിടെ നിന്ന് ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നതെല്ലാം സെൻട്രൽ ടീമിൻ്റെ ഹിന്ദിക്കാരുടെയാണ് കേട്ടോ. അത് നമ്മുടെ തന്നെ സെൻട്രൽ ടീമിൻ്റെതാണ്. അത് ഓരോ സ്റ്റേറ്റിൻ്റെ ഉണ്ടാവും. നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് നോക്കുമ്പോൾ തന്നെ അറിയാം, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഒഡീഷ ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, AP തെലങ്കാന ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും കയറി എടുക്കരുത്. അവിടെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് മാറ്റി വരാനൊക്കെ പിന്നെ സമയമെടുക്കും. അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടത് നമ്മുടെ കേരള എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലേക്ക് പോവുക. അവിടെ നിന്ന് കേരള മഹാപാക്ക് എടുക്കുക. കേരള മഹാപാക്കിൽ നിങ്ങൾക്ക് കേരള മെഗാ പാക്ക് അവൈലബിൾ ആയിരിക്കും. 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 999 നമ്മൾ കൊടുക്കേണ്ട, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 3905 രൂപയ്ക്ക് ഒരു വർഷത്തേക്കാണ് ഈ ഒരു വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഞാൻ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും എങ്ങനെ അപേക്ഷിക്കേണ്ടതിനെ കുറിച്ചായാലും എങ്ങനെ അപേക്ഷിക്കും എന്നുള്ളതിനെ കുറിച്ചായാലും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായാലും അതിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യപ്പെട്ടു. അതിൽ സ്റ്റുഡൻസ് ചോദിച്ച സംശയം, നിങ്ങൾക്ക് ആ സംശയം ഉണ്ടായി. ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളത് നോക്കുക. പഠിക്കാനായിട്ട് കോഴ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ NTPCയുടെ കോഴ്സ് നമ്മൾ എടുക്കുകയാണ്. NTPCയുടെ കോഴ്സിലേക്ക് വരുമ്പോഴത്തേനും എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതുപോലെ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 30 ടെസ്റ്റ് സീരീസ് അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങ് പോകെ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. പോകെ നിങ്ങൾക്ക് എന്തായിരിക്കും? ടെസ്റ്റ് സീരീസ് കൂടിക്കൊണ്ടിരിക്കും. 48ഓളം ബുക്സും നിങ്ങൾക്ക് അവൈലബിൾ. ഡിഫറെൻറ്റ് ടോപ്പിക്സിലുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതിനനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ബുക്സും നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആവും. ഇതെല്ലാം വെച്ച് എഫക്റ്റീവായിട്ട് നമുക്ക് പഠിച്ച് NTPC ജോലി നേടാം. നല്ല ജോലിയാണ്. നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക. നമ്മൾ ഇത്ര നാൾ ഒരു 6 മാസം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ജോലിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നല്ല സാലറി സ്കെയിലിൽ കിട്ടും. എല്ലാ അലവൻസും കിട്ടും. ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടുന്നതായാലും മെഡിക്കൽ ഇത് കിട്ടുന്നതായാലും നമ്മുടെ ഫാമിലിക്കും കൂടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പൈസയെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം അവിടെ കവറായി പോകും. ട്രാവലിംഗ് അലവൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കിക്കൊള്ളുക. അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ റെയിൽവേയിലുള്ള ജോലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിൽ മുൻനിർത്തി ഇപ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ.